നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശനിദേവന്റെ ജന്മകഥ. ജയ് ശനിദേവ്. അതായത് സൂര്യദേവന്റെയും വിശ്വകർമ്മ പുത്രിയായ സംഖ്യാദേവിയുടെയും വിവാഹം കഴിഞ്ഞു യുഗയുഗങ്ങൾക്ക് മുൻപ്. പക്ഷേ വിവാഹം കഴിഞ്ഞെങ്കിലും സംഖ്യാദേവിക്ക് സന്ധ്യ, സന്ധ്യ അങ്ങനെയൊക്കെ കുറേ പേരുണ്ട് കേട്ടോ, സന്ധ്യ അങ്ങനെയൊക്കെ. അപ്പോൾ സംഖ്യാദേവിക്ക് സൂര്യദേവന്റെ ചൂട് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതല്ലായിരുന്നു. അങ്ങനെ വർഷങ്ങളായി. അവർക്ക് 3 കുട്ടികളുണ്ടായി. ഒന്ന് മനു, ഒന്ന് യമൻ, ഒന്ന് യമുന. അങ്ങനെ കുട്ടികളുണ്ടായി. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ കാലകാലങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴും എത്ര കാലം കഴിഞ്ഞിട്ടും സംഖ്യാദേവിക്ക് സൂര്യൻ്റെ ചൂടൊട്ടും താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ സംഖ്യാദേവി നിന്നപ്പോൾ തൻ്റെ നിഴൽ കാണുകയും അപ്പോൾ ആ നിഴലിൽ നിന്ന് ഒരു രൂപം സൃഷ്ടിക്കുകയും തൻ്റെ പോലെ സെയിം ഒരു രൂപം സൃഷ്ടിക്കുകയും അതിന് ഛായ എന്ന് പേരിടുകയും ചെയ്തു. ഛായ എന്ന പേര് തന്നെ അതിൻ്റെ അർത്ഥം നിഴൽ എന്നാണ് കേട്ടോ. ഛായ എന്ന് പേരിടുകയും ഛായാദേവിയോട് പറഞ്ഞു, നീ സംഖ്യാദേവിയായിട്ട് സൂര്യദേവൻ്റെ കൂടെ സന്തോഷത്തോടെ കഴിയണമെന്നും നീ എൻ്റെ 3 കുട്ടികളെയും നന്നായിട്ട് നോക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഓർമ്മിക്കുമ്പോൾ നിനക്ക് ആവശ്യം വരുമ്പോൾ ഞാൻ വരും എന്നും പറഞ്ഞു. എന്നിട്ട് ഈ സൂര്യദേവൻ്റെ ഈ ചൂടിനെ താങ്ങാനുള്ള ശക്തി തരണേന്നും പറഞ്ഞ് ശക്തി തരാൻ വേണ്ടി ഒരു ഉത്തരേന്ത്യയിലെ ഒരു കാട്ടിൽ ഈ നമ്മുടെ സംഖ്യാദേവി പോയി തപസ്സിരുന്നു. അതും പറയുന്നത് സംഖ്യാദേവി സ്ത്രീരൂപമല്ലാതെ കാട്ടിലൊക്കെ തന്നെയല്ലേ, അതുകൊണ്ട് സ്ത്രീരൂപമല്ലാണ്ട് ഒരു കുതിരയുടെ വേഷം എടുത്തിട്ട് തപസ്സിരുന്നു എന്നും വിശ്വാസമുണ്ട്. ഓക്കെ. പിന്നെ അതിനുശേഷം സംഖ്യാദേവി അങ്ങനെ സ്നേഹത്തോടെ സൂര്യദേവൻ പിന്നെ അടുത്ത് വരുമ്പോൾ സംഖ്യാദേവിക്ക് ഒരു തടസ്സമോ ഒരു ദേഷ്യമോ പരിഭവമോ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ അവർ സ്നേഹത്തോടെ കഴിയുകയും അങ്ങനെ സംഖ്യാദേവി ഗർഭിണിയാവുകയും ചെയ്തു. ഗർഭിണിയായതും നല്ല ഒരു ആരോഗ്യമുള്ള നല്ലൊരു ശക്തിയുള്ള കുഞ്ഞിനെ തരണേന്നും പറഞ്ഞിട്ട് സംഖ്യാദേവി ഭക്ഷണങ്ങളും ഒന്നുമില്ലാതെ വെയിലും മഴ അങ്ങനെ ഒന്നുമില്ലാതെ ചൂടത്ത് സൂര്യൻ്റെ അടുത്ത് തന്നെയാണല്ലോ, അങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെ ഘോര തപസ് നമ്മുടെ മഹാദേവനോട് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് അവസാനം സംഖ്യാദേവി പ്രസവിക്കുകയും പക്ഷേ ഈ ഘോര തപസ്സിൻ്റെ ഫലമായി വയറ്റിലുള്ള കുഞ്ഞ് നല്ല കറുത്തായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം കുഞ്ഞിനെ സൂര്യദേവൻ കാണുകയും ഇതെൻ്റെ കുട്ടിയല്ല, ഇത്രയും തേജസ്സുള്ള ഇത്രയും സൗന്ദര്യമുള്ള തേജസ്സുള്ള സൂര്യനെ അറിയാലോ, സൂര്യദേവൻ്റെ എൻ്റെ മകനാണോ ഇതല്ല, എൻ്റെ മകനല്ലെന്ന് പറയുകയും സംഖ്യാദേവിയുടെ ചാരിത്രത്തെ സംശയിക്കുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് സംഖ്യാദേവിയുടെ കയ്യിലിരുന്ന കുഞ്ഞ് തൻ്റെ പിതാവായ സൂര്യനെ നോക്കുകയും ആ സമയത്ത് തന്നെ സൂര്യനെ ഗ്രഹണം സംഭവിച്ചു എന്നുമാണ് പറയുന്നത്. അങ്ങനെ അവിടെയെല്ലാം കറുത്തി ഇരുട്ടാകുകയും സൂര്യദേവൻ പെട്ടെന്ന് ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും പറയുകയും ചെയ്തു, ഇത് തൻ്റെ പുത്രൻ തന്നാണെന്നും ഇത് ഇവരെ സംശയിക്കരുതെന്നും പറയുകയും അങ്ങനെ ശനിദേവനെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ചില വിശ്വാസങ്ങളിൽ പറയുന്നത്, അതായത് എന്നിട്ട് ഇതിന് ശേഷം സംഖ്യാദേവിയെ ഈ സൂര്യദേവൻ ഒട്ടും അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കൽ അവരമ്മയും മകനും അങ്ങ് ഇറങ്ങിപ്പോവുകയും അങ്ങനെ ഇറങ്ങിപ്പോയതിന് ശേഷം എന്നും അച്ഛൻ്റെ വേർപാട്, അതായത് അച്ഛൻ തന്നെ അവരെ സ്വീകരിക്കാത്തതിൻ്റെ ആ വിഷമം ശനിദേവൻ എന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ശനിദേവൻ്റെ അമ്മ സംഖ്യാദേവിയും കൂടെ ഒരു വലിയ കാട്ടിലേക്ക് പോയി. അവിടെ ആരുമില്ലായിരുന്നു. അങ്ങനെ പോയപ്പോഴാണ് ശനിദേവൻ്റെ വാഹനം അറിയാലോ, കാക്കരാജ എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കാക്കരാജ കാണുകയും ഇവർ തന്നെയുള്ള ഇവരുടെ അമ്മയും മോനെ ഇഷ്ടപ്പെടുകയും അങ്ങനെ കാക്കരാജയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അങ്ങനെ ശനിദേവ് പിന്നെ സന്തോഷവാനായിരിക്കുന്നത് സംഖ്യാദേവി കാണുകയും അങ്ങനെ അവരുടെ കാലം അങ്ങനെ പോയി. പക്ഷേ ശനിദേവൻ ഈ വേഷമം ഉള്ളത് കൊണ്ട് ശനിദേവ് ശിവഭഗവാനെ ധ്യാനിക്കുകയും തപസ് ചെയ്യുകയും ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ശനിദേവനെ അങ്ങനെ വിഷമിക്കാതിരിക്കാൻ വേണ്ടി ശനിദേവൻ ആ ഒരു വിഷമമുണ്ടല്ലോ, താൻ കറുത്തതാണെന്നും പറഞ്ഞ് അച്ഛൻ തള്ളിക്കളയുകയും അങ്ങനെ ആ സമയത്ത് ശിവഭഗവാൻ ശനിദേവന് കൊടുത്ത ഒരു അനുഗ്രഹമാണ്, വരമാണ്. അതായത് നവഗ്രഹങ്ങൾ ഏറ്റവും പ്രധാനം നീ ആയിരിക്കുമെന്നും നീ ന്യായത്തിൻ്റെ ദേവതയായിട്ടും അറിയപ്പെടുമെന്നും
പറഞ്ഞു. ശനിദേവത്തിനെ അങ്ങനെ നമ്മുടെ ശങ്കർ ഭഗവാൻ ശിവഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. അതെ, ശനിദേവനെ പേടിക്കരുതെന്നാണ്. അതായത് ശനിദേവൻ അതായത് ന്യായത്തിൻ്റെ ദേവതയാണ്. നമ്മളുടെ കർമ്മഫലമാണ് നമുക്ക് ശനിയായിട്ട് വരുന്നതെന്നാണ്. അല്ലാതെ ശനിദേവ എല്ലാത്തിനെയും അങ്ങനെ ദൃഷ്ടിയിടും എന്നല്ല പറയുന്നത്. ഓക്കെ, എല്ലാ ഗ്രഹങ്ങളിലെയും ഏറ്റവും ഉന്നത സ്ഥാനം കൊടുത്ത് ശിവഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. പിന്നെ അങ്ങനെ ശനിദേവ അങ്ങനെ അവിടെ സന്തോഷവാനായിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ ഈ ഇതാണ് ജന്മകഥ, ശനിദേവൻ്റെ ജന്മകഥ. അമ്മ സംഖ്യാദേവി, അച്ഛൻ സൂര്യദേവൻ. പിന്നെ അതിനുശേഷം പറയുന്നത്, അതായത് നമ്മുടെ ഈ ശനിദേവൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടി പറയുന്നത് കറുത്ത തുണികൾ, വസ്ത്രങ്ങൾ, നമ്മൾ ദേവിമാർക്കൊക്കെ ഉടയാട കൊടുക്കുന്നത് പോലെ കറുത്ത തുണികൾ ശനിദേവത്തിൻ്റെ അമ്പലത്തിൽ കൊടുക്കാം. പിന്നെ എള്ള് കൊടുക്കാം, എള്ളിൻ്റെ എണ്ണ. അതുപോലെ നമ്മളിവിടെ കടുകെണ്ണ എന്ന് പറയും, കടുകെണ്ണ അദ്ദേഹത്തിൻ്റെ വിഗ്രഹത്തിൽ ഒഴിക്കുകയും ഒക്കെ ചെയ്യും. പിന്നെ ശനിദേവനെ പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പെരുവിരലിൽ നോക്കണമെന്നാണ് പറയുന്നത്. മുഖത്തോട് ദൃഷ്ടി ഇടരുതെന്നാണ് പറയുന്നത്. പെരുവിരൽ, അതായത് മടങ്ങി ഇങ്ങനെ ഒരു കാലിങ്ങനെ വെച്ചിട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കാലയിൽ നോക്കിയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പറയുന്നത്. പിന്നെ ശനിയുടെ വാഹനമാണ് കാക്ക. പിന്നെ അപ്പോൾ ശനി എന്ന് പറയുന്ന ആരും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടൊക്കെ ഉള്ളവർ പറയപ്പെടുന്നത്. നമ്മൾ പലരും ശനി എന്ന് കേൾക്കുമ്പോൾ പേടിയാണ്. ഇല്ല, ന്യായത്തിൻ്റെ ദേവതയാണ് അദ്ദേഹം. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കറുത്ത തുണിയും ഇതൊക്കെ കൊടുക്കണം. അതിനോടൊപ്പം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശനി കുറയുമെന്നാണ്. അതിൻ്റെ കഥയെന്ന് പറയുന്നത്, രാമായണ സമയത്ത് സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടു പോയിരുന്ന സമയത്ത് ഈ ശനി ദേവനെ രാവണൻ കെട്ടിയിടുകയുണ്ടായി. അതായത് ശനി ദോഷം അദ്ദേഹത്തിൽ കയറാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കെട്ടിയിട്ട സമയത്ത് ഹനുമാൻ സ്വാമി കാണുകയും അദ്ദേഹത്തിനെ മോചിപ്പിക്കുകയും ചെയ്തു. ആ സമയത്ത് ശനി ദേവൻ ഹനുമാനെ അനുഗ്രഹിച്ചെന്നാണ് പറയുന്നത്. ഹനുമാൻ സ്വാമിയെ, ഞാൻ ഒരിക്കലും നിന്നിൽ വക്രദൃഷ്ടി ഇടില്ല എന്നാണ് പറഞ്ഞത്. അതായത് അങ്ങനെ പറയുന്നത്, വക്രദൃഷ്ടി എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അതായത് ശനിദേവൻ്റെ ദൃഷ്ടി ഇടത്തില്ല എന്നും ആണ് പറഞ്ഞത്. അങ്ങനെ ഹനുമാൻ സ്വാമിക്ക് അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ശനി ഉണ്ടെങ്കിൽ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് നല്ലതാണ്. ശനി ദോഷത്തിൻ്റെ കാഠിന്യം കുറയും. മനസ്സിലായോ? പിന്നെ അതുകൊണ്ട് ശനിദേവനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങൾ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഹനുമാൻ സ്വാമിയെ പ്രീതിപ്പെടുത്തുക. അങ്ങനെ ഇതൊക്കെയാണ് ശനിദേവനെ കുറിച്ചുള്ള എൻ്റെ അറിവുകൾ. മഹാരാഷ്ട്രയിൽ ഒരു അമ്പലമുണ്ട്, ഷിംഗ്നാപൂർ എന്ന് പറഞ്ഞിട്ട്. അതിങ്ങനെ 300 വർഷം മുന്നേ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും, പ്രളയം പോലെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയും, ഇപ്പോൾ വെള്ളപ്പൊക്കം തോർന്നു കഴിഞ്ഞ് വെള്ളം താണു കഴിഞ്ഞപ്പം ഒരു കറുത്ത കല്ല് കണ്ടു എന്നും, അത് ഒരാൾ ചെന്ന് അതിനെ ഇങ്ങനെ വെട്ടിയപ്പം ഒരു ആടിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരാളെന്നാണ് പറയുന്നത്. ആടിനെ നയിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ നാട്ടിലെ ഒരു ജോലിക്കാരൻ ഇത് കാണുകയും അയാൾ ഇത് വെട്ടിയപ്പോൾ ഒരുപാട് ചോര വന്നെന്നും അദ്ദേഹം പിന്നെ ഉറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സ്വപ്നത്തിൽ വന്നു ഇത് ഞാൻ ശനിയാണെന്നും ഇതിനെ പ്രതിഷ്ഠിക്കണമെന്നും പറഞ്ഞു. ആ കല്ലങ്ങനെ ഷിംഗ്നാപൂർ മഹാരാഷ്ട്രയിൽ പ്രതിഷ്ഠിക്കുകയും ഭയങ്കര വലിയ, ഈ ഭാരതത്തിലെ വലിയ അമ്പലമാണത് ഷിംഗ്നാപൂർ. അവിടെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മേൽക്കൂര ഇടരുതെന്ന്. ആ ശനിദേവത്തിൻ്റെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ അമ്പലത്തിൽ മേൽക്കൂരയേ ഇല്ല, തുറന്നാണ്. നിങ്ങൾ അവിടെ ഇപ്പോൾ പോയാലും അറിയാം, അവിടെ പരിസരത്തുള്ള വീടുകളിലൊന്നും വാതിലില്ല. അവിടെ മോഷണം ഒന്നും സംഭവിക്കില്ല. ഒരു വീടിനും കതക് പൂട്ട് വാതിലേ ഇല്ല. അങ്ങനെയാണ്. അപ്പം ഇപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് കേൾക്കാം, ഒരു ജീവിതത്തിൽ കുറേ ആൾക്കാർക്ക് കുറേ ശതമാനം, ആ ശതമാനത്തിൻ്റെ അളവ് ഞാൻ കേട്ടിട്ടുണ്ട്, പറയുന്നില്ല, ശനി ബാധിച്ചവരാണെന്നാണ് പറയുന്നത്. അപ്പം അവിടെ പോയി അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് നല്ലതാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും പറ്റില്ലല്ലോ. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ ഇതുപോലെ ശനിദേവത്തിനെ പ്രാർത്ഥിച്ച് കറുത്ത വസ്ത്രം കൊടുത്ത് എണ്ണയൊക്കെ നമ്മുടെ എള്ള് കൊടുത്ത് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും ജീവിത സന്തോഷത്തോടെ ആവട്ടെ. എൻ്റെ ഈ വിശ്വാസം പറയുന്നതിൽ എനിക്കിങ്ങനെ പറഞ്ഞറിയിക്കാനൊന്നും കൂടുതലായിട്ട് അറിയില്ല. അപ്പം ചോദിക്കരുത്, പിന്നെ എന്തിനാണ് ഇതിൽ കയറി പറയുന്നതെന്നൊന്നും ചോദിക്കല്ലേ. ഒരു ശനിദേവത്തിന് വിശ്വാസം പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളിൽ ശനി ഇത്തിരി കുറയട്ടെ എന്നുള്ള ഒരു വിശ്വാസത്തോടെ നമ്മൾ പറയുന്നു. ശനിദേവത്തിൻ്റെ കാര്യം എല്ലാവരും അറിയട്ടെ എന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവരാരെങ്കിലും ഒക്കെ കാണുമല്ലോ, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. എൻ്റെ തെറ്റെല്ലാവരും പൊറുക്കണം. എൻ്റെ സ്കിപ്പ് ചെയ്യാതെ ഇതെല്ലാം കാണണം. താങ്ക് യു. ജയ് ശനിദേവ്. താങ്ക് യു സോ മച്ച്.